നമ്മൾക്കിന്നേ വെളുത്ത മുടിയൊക്കെ നല്ല കട്ടി കറുപ്പാവുന്ന ഒരു ഓയിൽ ഉണ്ടാക്കുകയാണ് കേട്ടോ. ഇതൊരാൾ ഓർഡർ തന്നിട്ടുണ്ടാക്കിയതാണ്. ഇത് പുറത്തേക്ക് കൊണ്ടുപോകാനുള്ളതാണ് കേട്ടോ. നല്ല കട്ടി കറുപ്പിലും പിന്നെ മുടി വളർച്ചയ്ക്കും മുടി നല്ല കറുത്തിരിക്കാനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ. ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ആദ്യം തന്നെ കയ്യോന്നിയാണ് എടുത്തിട്ടുള്ളത്. കയ്യോന്നി ഞാനിവിടെ നമ്മളിവിടെ പാടമുണ്ട്, പാടത്തുനിന്ന് നേരിട്ട് പറിച്ചു കൊണ്ടിരുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു 2 വലിയ പിടിയോളം ഉണ്ട്. 2-3 വെള്ളത്തിൽ നമ്മൾ കഴുകിയെടുക്കണം. സമൂലം എടുക്കുക എന്ന് പറയും. വേരോട് കൂടി എടുത്തിട്ട് വേണം നമ്മളിത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് കഴുകി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതെന്താണെന്ന് അറിയാം, ഇത് ഞാൻ ഉണക്ക നെല്ലിക്കയും ശിക്കക്കായും കൂടെ വെള്ളത്തിലിട്ട് തിളപ്പിച്ചെടുക്കുകയാണ് കേട്ടോ. അത് രണ്ടും, ഒരു പിടി ശിക്കക്കായും 2 പിടി ഉണക്ക നെല്ലിക്കയും. പിന്നെ ഇത് ഇരുമ്പ് ചട്ടികളാണ്. ഇതൊക്കെ ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ മാത്രം ഉപയോഗിക്കുന്നതാണ് കേട്ടോ. എണ്ണ കാച്ചുന്ന ചട്ടിയാണ് വലുത്. പിന്നെ നമുക്കിവിടെ ചെമ്പരത്തി പൂവാണ് ആവശ്യം. ചെമ്പരത്തി പൂവ് എത്ര ഇട്ടാലും കുഴപ്പമില്ല. ഇതൊക്കെ മുടിക്കറുപ്പിന് വളരെ നല്ലതാണ് കേട്ടോ. പിന്നെ കറിവേപ്പിലയുടെ മരമൊക്കെ നമ്മൾ ഒത്തിരി കാണിച്ചിട്ടുണ്ട്. വലിയ മരമുണ്ട്, അതിൽ നിന്ന് പറിച്ചെടുത്തതാണ് കറിവേപ്പില. ഇനി ഇതുണ്ടാക്കുന്നത് കയ്യോന്നിയുടെ കൂടെ തന്നെ ഞാൻ പിന്നെ നമ്മുടെ പൂവാങ്കുരുന്നില എന്ന് പറയും, അത് നമ്മൾ കൺമഷിയിലൊക്കെ ഇടുന്നതാണ്. അതും കൂടെ എടുത്തിട്ടുണ്ട് ഒരു പിടി കേട്ടോ. കയ്യൊന്നിയുടെ കൂടെ എടുത്തുകൊണ്ടാണ് കാണിക്കാതെ ഇരുന്നത്. ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കഴുകിയെടുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഒത്തിരി ക്വാണ്ടിറ്റി ഉണ്ടാക്കുമ്പോൾ മാത്രമാണ് നമ്മൾ ഓരലും ഒലക്കയൊക്കെ വെച്ചിട്ട് ചതച്ചെടുക്കുള്ളൂ കേട്ടോ. പിന്നെ മൈലാഞ്ചി ഇലയും നമ്മുടെ വീട്ടിലുണ്ട്. അപ്പോൾ ഇതും നമ്മൾ മൊത്തത്തിൽ വെട്ടിയിട്ടിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ നന്നായിട്ട് ഉണ്ടായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇലയും അതും ഞാൻ തണ്ട് ഒരു പിടിയോളം എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൽ നിന്ന് ഇല ഉരിഞ്ഞിട്ട് വേണം കേട്ടോ നമ്മൾ ഈ മൈലാഞ്ചിയുടെ ഇല എടുക്കാൻ വേണ്ടിയിട്ട്. ഉരലിൽ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് ചതച്ചെടുക്കാം. അപ്പോൾ ഞാൻ കയ്യോന്നി മൈലാഞ്ചി എല്ലാം കൂടെ ഇങ്ങനെ മിക്സിയുടെ ജാറിലിട്ടാണ് അരയ്ക്കുന്നത് കേട്ടോ. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് അരച്ചെടുക്കുന്നത് നമ്മൾ നേരത്തെ തിളപ്പിച്ച് വെച്ചില്ലേ, ഉണക്ക നെല്ലിക്കയും ശിക്കക്കായാണ് ചേർത്തിട്ടുള്ളത്. അത് ഓപ്ഷനിലാണ് കേട്ടോ. ഉണക്ക നെല്ലിക്ക മാത്രമായാലും കുഴപ്പമൊന്നുമില്ല. കുറച്ചൊന്ന് ചൂടാറിയതിന് ശേഷം അതേ വെള്ളത്തിലാണ് നമ്മളിതൊക്കെ അരച്ചെടുക്കുന്നത് കേട്ടോ. അതുകൊണ്ടാണ് കുറച്ച് വെള്ളം ഒഴിച്ച് വയ്ക്കുന്നത്. നന്നായി അരച്ചെടുത്തിട്ട് നമ്മൾ ചട്ടി കഴുകി വെച്ചിട്ടുണ്ട്. ഇരുമ്പിൻ്റെ ചട്ടിയിൽ ഉണ്ടാക്കണം. ഇത് ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഉള്ളൊരു കളറുണ്ടല്ലോ, അത് കണ്ട് തന്നെ അറിയണം. ഞാൻ കാണിച്ചു തരാം. പിന്നെ അതേ മിക്സിയുടെ ജാറിലേക്ക് തന്നെ കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ. കറിവേപ്പിലയും അത്യാവശ്യം ക്വാണ്ടിറ്റി എടുക്കുന്നുണ്ട്. ഇത് ഞാൻ എല്ലാ വർഷവും ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു കസ്റ്റമറാണ് കേട്ടോ. അവർക്ക് ഏതാണ്ട് ഒരു 1 ലിറ്ററിൻ്റെ ഉള്ളിലാണ് വേണ്ടത്. ഇപ്പോൾ ഞാനൊരു 1.5 ലിറ്ററോളം കിട്ടുന്ന രീതിയിലാണ് ഓയിൽ ഉണ്ടാക്കുന്നത് കേട്ടോ. നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ ഒരു കൈക്കണക്കിലാണ് നമ്മൾ ചെയ്യുന്നത്. ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ അതും പിന്നെ ഇനി മൈലാഞ്ചി, അതുപോലെ കയ്യോന്നി, പൂവാങ്കുരുന്നില, ഇതെല്ലാം നമ്മൾ ഇതുപോലെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അവസാനം അരച്ചെടുക്കുമ്പോൾ നമ്മൾ ഈ നെല്ലിക്കയുടെ വെള്ളം, അതുപോലെ ശിക്കക്കായ എല്ലാം കൂടെ ഇട്ട് കൊടുക്കണം. അതും ഒന്നിങ്ങനെ നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ അത് അരച്ചെടുത്തിട്ടുണ്ട്. വീണ്ടും അതിന് മുകളിൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മളിതിൽ 1-2 സാധനം കൂടെ ചേർത്ത് കൊടുക്കാനായിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അത് അരച്ചെടുത്ത് ഇത് തുളസി ഇലയാണ് കേട്ടോ. തുളസിയുടെ ഇല ഒരു വലിയ പിടി എടുക്കണം. പിന്നെ കറ്റാർവാഴ ഒരു 3 തണ്ട് എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിയ തണ്ടാണ് കേട്ടോ. ഇത് ഞാൻ ഉണ്ടാക്കുന്ന ഷാമ്പുവും ഫേസ് പാക്കിൻ്റെ പൗഡർ, അതുപോലെ തന്നെ ഫേസ് വാഷും ഒക്കെ വാങ്ങിക്കുന്ന ഒരു കസ്റ്റമറാണ്. എൻ്റെ ഒട്ടുമിക്ക സാധനങ്ങളും അവർ വാങ്ങിക്കാറുണ്ട്. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഇത് വർഷങ്ങളായിട്ട് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്ന ഓയിലാണ്. വെക്കേഷനൊക്കെ നാട്ടിൽ വരുമ്പോൾ എന്നെ കൊണ്ട് ഓയിൽ ഉണ്ടാക്കിച്ചിട്ടാണ് പോകാറുള്ളൂ. അപ്പോൾ അതും കൂടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് ഇരുമ്പ് ചട്ടിയിൽ ഉണ്ടാക്കുമ്പോൾ വേറൊരു കളറാണ് കേട്ടോ. നമ്മൾ ഒട്ടും തന്നെ വിചാരിക്കാത്തൊരു കളറും ഇങ്ങനെ തിക്കായിട്ടിരിക്കും ഈ എണ്ണ ഉണ്ടാക്കി വരുമ്പോൾ. പിന്നെ ഇതിൽ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇത് ഇൻഡിഗോ പൗഡറാണ് കേട്ടോ. ഇൻഡിഗോ പൗഡർ ഞാൻ ഒരുപാട് കാണിച്ചിട്ടുണ്ട്. ഇൻഡിഗോ പൗഡർ ഒരു 2 സ്പൂൺ ചേർത്ത് കൊടുക്കണം. ഇൻഡിഗോ പൗഡർ കുറച്ച് ദിവസമായി വാങ്ങി വെച്ചിട്ട്, അപ്പോൾ അതിൻ്റെ ആ ഒരു പച്ച കളറൊക്കെ ഇങ്ങനെ മങ്ങി വരുന്നുണ്ടായിരുന്നു കേട്ടോ. അത് ഒരുപാട് നമ്മളിങ്ങനെ വാങ്ങി വെക്കുമ്പോൾ ഈ ഒരു കളറിലേക്ക് വരാറുണ്ട്. പിന്നെ നമ്മളിതിൽ റോസ്മേരിയുടെ ഇല ഉണ്ടല്ലോ, അത് ഉണങ്ങിയത് 1 സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചായപ്പൊടി, നമ്മൾ സാധാരണ ചായയൊക്കെ ഉണ്ടാക്കുന്ന പൊടിയാണ്, അതൊരു 2 സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്.
ഈ ഒരു രീതിയിലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ ഇളക്കി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇത് ഇങ്ങനെ ഇളക്കി എടുക്കുമ്പോൾ തന്നെ നന്നായിട്ട് കറുത്ത് വരും. അതായത് ഇതിൽ ഉണക്ക നെല്ലിക്ക ഈ ഇരുമ്പ് ചട്ടിയും കൂടി ഉള്ളതുകൊണ്ടാണ് കേട്ടോ അതിങ്ങനെ കറുത്ത് വരുന്നത്. പിന്നെ നല്ലോണം ഇതൊന്ന് ചൂടാക്കി എടുക്കുമ്പോൾ ഇതിൻ്റെ കളറ് മാറുന്നത് നമുക്ക് കാണാൻ പറ്റും. ഞാൻ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇത് ആദ്യം ഇതിൻ്റെ മുന്നേ ഒരു ഓയിൽ ഉണ്ടാക്കിയപ്പോൾ ഇതിങ്ങനെ പെട്ടെന്ന് കാണിച്ചപ്പോൾ എനിക്ക് ഒത്തിരി കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിങ്ങനെ ഓരോ സ്റ്റെപ്പിലും അതിൻ്റെ കളറ് മാറുന്നതൊക്കെ നമ്മളെ കാണിച്ചാലല്ലേ നമുക്കത് മനസ്സിലാവുള്ളൂ എന്ന്. അപ്പോൾ ഇനി ഇത് ഇളക്കിയെടുത്തതിന് ശേഷം ഞാൻ സ്റ്റവിൽ വെക്കുകയാണ് കേട്ടോ. ഞാനിത് അടുപ്പിലാണ് വെക്കുന്നത്. അപ്പോൾ അത് അടുപ്പിൽ വെച്ച് നല്ല ചൂടുള്ള അടുപ്പിലാണ് കേട്ടോ, പുറത്ത് അടുപ്പിലാണ് വെക്കുന്നത്. നമ്മൾ വേനൽക്കാലമായി കഴിഞ്ഞാൽ വീടിൻ്റെ മുറ്റത്ത് അടുപ്പ് കൂട്ടാറുണ്ട്, ആ അടുപ്പിലാണ് കേട്ടോ. നന്നായിട്ട് ഒന്ന് വറ്റി വരണം. ഇതെന്താ ഇങ്ങനെ വറ്റിച്ചതിന് ശേഷം എണ്ണ ഒഴിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചട്ടി കുറച്ച് ചെറുതായി. ഇത് നമ്മൾ ജ്യൂസ് എടുക്കുകയല്ല ചെയ്ത് അരച്ചൊഴിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇതിങ്ങനെ തിളയ്ക്കും തോറും ഇതിൻ്റെ കളർ മാറുന്നുണ്ടോ, നല്ല കട്ടിക്കറുപ്പായി മാറും കേട്ടോ. ഇതൊന്ന് വെള്ളം വറ്റി വരുമ്പോൾ ഇപ്പോൾ നമ്മൾ കരിഞ്ഞ പോലെ ഇരിക്കുന്നില്ലേ, ഇതിൽ നമ്മൾ ഇതുവരെ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടില്ല. നമ്മൾ തന്നെ ആട്ടിയെടുത്തിട്ടുള്ള വെളിച്ചെണ്ണയാണ് കേട്ടോ. ഞാനിത് ക്യാമറ കയ്യിൽ പിടിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ മൂവ് ആവുന്നത്. അപ്പോൾ അതാ ഞാൻ ശുദ്ധമായ വെളിച്ചെണ്ണയാണ് വീട്ടിൽ തന്നെ നമ്മൾ തേങ്ങ ഉണക്കിയിട്ട് കൊപ്രയാക്കിയിട്ട് ആട്ടിയെടുത്തതാണ് കേട്ടോ. വേനൽക്കാലത്ത് നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഒത്തിരി പണിയാണ്. അപ്പോൾ ഞാൻ വരുമ്പോഴേക്കും അമ്മ വെളിച്ചെണ്ണ ഒക്കെ ആക്കാൻ വേണ്ടിയൊക്കെ റെഡിയാക്കി വയ്ക്കും. അപ്പോൾ വെളിച്ചെണ്ണ ഞാൻ ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വരുമ്പോൾ തന്നെ നല്ല കറുത്തിരിക്കും. ഇതുണ്ടല്ലോ നമ്മൾ പുരികത്തിൻ്റെ മേലൊക്കെ തേച്ച് കൊടുക്കാം കേട്ടോ. നമ്മൾ കുളിക്കുന്നതിൻ്റെ ഒരു 2-3 മിനിറ്റ് മുന്നേയൊക്കെ നമ്മൾ എണ്ണ തലയിലിടുമ്പോൾ പുരികത്തിൻ്റെ മേലിലൊക്കെ ഞാൻ തേച്ച് കൊടുക്കാറുണ്ട്. എനിക്ക് പുരികം വളരെ കനം കുറഞ്ഞ പുരികമാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്കിത് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അത് ഓരോ സ്റ്റെപ്പിലും ഇത് തിളച്ച് വരുമ്പോൾ ഈ എണ്ണയുടെ കളറ് മാറി വരുന്നുണ്ടോ. ഇതുപോലെയാണ്. ഞാനിത് ഒത്തിരി ടൈം ഇരുന്നിട്ടാണ് ഇത് ഇങ്ങനെ എണ്ണ ആക്കിയെടുക്കുന്നത് കേട്ടോ. ഇരുട്ടായിട്ടുണ്ടായിരുന്നു. ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മുടെ എണ്ണയൊക്കെ ഇതിലുള്ള വെള്ളമൊക്കെ നല്ലോണം വറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇത് മുഴുവനായിട്ട് ആയി വന്നപ്പോൾ ഒട്ടും ലൈറ്റ് ഇല്ലാതെയാണ് കേട്ടോ നമ്മൾ പുറത്തിരിക്കുന്നത്. ഈ ചട്ടിയുടെ ചുറ്റും നല്ല വെളിച്ചമുണ്ട്, പക്ഷേ ചട്ടിയിലുള്ള സാധനം ഇങ്ങനെ കരിഞ്ഞുണങ്ങിയ പോലെയാണ് ഇരിക്കുന്നത്. പക്ഷേ ഇത് നന്നായിട്ട് കറുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഓയിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ നേരത്തെ എൻ്റെ വീട്ടിലുള്ള ഒരു നായക്കുട്ടിയാണ് കേട്ടോ, അവൾ മാത്രമാണ് നമ്മളടുത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി ഇത് നമുക്ക് എണ്ണ ഇവിടെ ആയിട്ടുണ്ട്, തിളയൊക്കെ വന്ന് ഒക്കെ റെഡിയായി കഴിഞ്ഞപ്പോൾ ചൂടോടുകൂടി ഞാൻ കിച്ചണിലേക്ക് കൊടുന്ന് വെച്ചിട്ടുണ്ട്. ഈ എണ്ണയുണ്ടല്ലോ നമ്മളിപ്പോൾ അരിച്ചെടുക്കുകയൊന്നും ചെയ്യില്ല കേട്ടോ. ഇന്ന് മുഴുവൻ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ പിറ്റേ ദിവസമാണ് ഇത് നല്ലോണം അരിച്ചെടുക്കുകയുള്ളൂ. നല്ല കറുപ്പും നല്ല കട്ടിയായിട്ടുള്ള ഒരു വെളിച്ചെണ്ണയാണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുക. ഇനി ഇത് ചൂടാറിയതിന് ശേഷം ഞാൻ ഒരു രാത്രിക്ക് ശേഷം ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മളിത് നേരത്തെ എണീറ്റിട്ട് തന്നെ ഇതിങ്ങനെ അരിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. കണ്ടോ, ഇതിൻ്റെ ആ കക്കൊക്കെ അരിച്ചെടുത്തതാണ്. ഈ ചട്ടിയിലായതുകൊണ്ടാണ് ഇതിൻ്റെ കളറ് ശരിക്കും മനസ്സിലാവാത്തത്. ഉണ്ടോ, നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ആഴ്ചയിലൊരിക്കൽ തേച്ചാൽ മതി കേട്ടോ തലയിൽ. എന്നിട്ടൊരു മൈൽഡ് ഷാമ്പൂ നമുക്ക് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. ഞാനിവിടെ ഇതുപോലെ ഭൃംഗരാജ അല്ലാത്ത എല്ലാ സാധനങ്ങളും വെച്ചിട്ടുണ്ടാക്കിയിട്ടുള്ള ഹോം മെയ്ഡ് ഷാമ്പൂ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു വീഡിയോ. ആവശ്യമുള്ളവരൊക്കെ കോണ്ടാക്ട് ചെയ്യണം കേട്ടോ. നല്ലൊരു ഷാമ്പൂ ആണ്. അപ്പോൾ ഞാൻ ഓയിലിനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. അപ്പോൾ പറ്റുന്നവരൊക്കെ ഇതുപോലെ എണ്ണ ഉണ്ടാക്കി നോക്കണം. മുടി പൊഴിച്ചിലിനും അതുപോലെ തന്നെ അകാല നിറം മാറാനും മുടി നന്നായിട്ട് വളരാനൊക്കെ നല്ലത്. എൻ്റെ 2 മക്കളുടെ മുടി ഞാനിനി കാണിച്ചു തരാം കേട്ടോ. 2 പേരുടെയും മുടി എത്ര വളർന്നിട്ടുണ്ടെന്ന്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം, വളരെ യൂസ്ഫുള്ളാണ്. അപ്പോൾ നല്ല കറുപ്പിലിരിക്കുന്നത് കേട്ടോ.